അപ്പോൾ എങ്ങനെ ഇന്ന് നമുക്ക് പൊന്നാനി സ്പെഷ്യൽ മുട്ടപ്പത്തിരി ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ. ഈ മുട്ടപ്പത്തിരി എന്ന് പറഞ്ഞാൽ പല രീതിയിലും ചെയ്തെടുക്കുന്നവരുണ്ട് കേട്ടോ. ഇന്ന് നമ്മളിവിടെ വെറും 3 ചേരുവ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മുട്ടപ്പത്തിരി തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല പോലെ വീർത്ത് വരുന്ന മുട്ടപ്പത്തിരി തന്നെയാണ് കേട്ടോ. ഇതേ വെറുതെ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. നല്ല ബീഫ് വരട്ടിയതും മട്ടൻ വരട്ടിയെടുത്തതും ചിക്കൻ്റെ കറിയൊക്കെ കൂട്ടിയിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്നാൽ ഇനി നമുക്ക് പൊന്നാനിക്കാരുടെ മുട്ടപ്പത്തിരി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഒരു 4 മണിക്കൂറെങ്കിലും നിങ്ങളിത് കുതിർത്ത് വെക്കണം കേട്ടോ. നമ്മൾ പച്ചരി കുതിർത്ത് വെക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്കിതിൻ്റെ കൂടെ പപ്പടവും കുതിർത്ത് വെക്കാം. ഇപ്പോൾ രണ്ടും ഒരുമിച്ച് അങ്ങ് ഇട്ട് കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 പപ്പടമാണ് എടുത്തേക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ പപ്പടത്തിൻ്റെ അളവിലും വ്യത്യാസം വരും കേട്ടോ. നമ്മളിവിടെ 240 ml കപ്പാണ് എടുത്തേക്കുന്നത്. 240, 250 ഒക്കെ നമുക്ക് ഏകദേശം 5 പപ്പടം തന്നെ എടുക്കാം കേട്ടോ. ചെറിയ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ 2 പപ്പടമൊക്കെ തന്നെ മതിയാവും. അപ്പം ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ട് കഴുകി എടുത്ത ആ ഒരു പച്ചരി ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ പപ്പടം കുതിർത്ത് വെച്ചതും ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം ചോറ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളെ ചായ ഗ്ലാസ്സിലൊക്കെയാണ് നമ്മൾ അരി അളന്നെടുത്തെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ ചോറ് മതി. അതുപോലെ 2 പപ്പടം മതി കേട്ടോ. ഇതിലേക്ക് ഞാൻ ഏകദേശം 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഭയങ്കര കട്ടി തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ അരി കുതിർത്തുകാണ്ട് വാലാൻ വെക്കുന്നുണ്ടല്ലോ ആ സമയത്ത് എത്രത്തോളം വെള്ളം പോയിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് ഉണ്ടാവും കേട്ടോ നമ്മളിവിടെ വെള്ളം ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നിങ്ങൾ 1/2 കപ്പ് വെച്ചിട്ട് തന്നെ അരച്ചെടുക്കുക. ഭയങ്കര കട്ടിയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു തവി മാവങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചുട്ടെടുക്കുക. ഇത് താനങ്ങ് പൊങ്ങി വരും കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നല്ല പോലെ അങ്ങ് പൊങ്ങി വരും. ഇതിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ എണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അങ്ങ് വീർത്ത് വരികയും ചെയ്യും കേട്ടോ. ഈ മുട്ടപ്പത്തിരി നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ഗോൾഡൻ കളറിലാക്കിയിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇങ്ങനെ വൈറ്റ് ആവുന്ന സമയത്ത് തന്നെ ശരിക്കും ഇത് വെന്തിട്ടുണ്ടാവും. എന്നാലും കുറച്ചുകൂടെ ഒന്ന് കളർ ഇങ്ങനെ മാറാൻ നിൽക്കുന്നതാണ് നല്ലത്. അതാവുമ്പോഴേ നല്ലൊരു ക്രിസ്പിനെസ് പുറം ഭാഗം നല്ല ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതുമല്ല നമ്മളതുപോലെ ഞാൻ പറഞ്ഞ നേരത്തെ പോലെ ബീഫ് വരട്ടിയതും അതിൻ്റെ കൂടെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പം ഇതുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പൊന്നാനി സ്പെഷ്യൽ മുട്ടപ്പത്തിരി ഉണ്ടാക്കാനുള്ള പണി കേട്ടോ. വളരെ ഈസിയല്ലേ ചെയ്തെടുക്കാനായിട്ട്. വെറും 3 ചേരുവ മാത്രമേ ഉള്ളൂ ഇത് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ചിലരിങ്ങനെ ഉഴുന്നൊക്കെ ചേർത്തിട്ട് ചെയ്തെടുക്കാറുണ്ട്. നമ്മളിവിടെ പപ്പടം ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിലേ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.